കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അത് കേരളത്തിൽ ഗവർണർ നേരിട്ട് ഭരണം തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. എന്നാൽ ആ ഭരണപരമായ ആ കാര്യം ചെയ്യുന്നത് ഗവർണർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ലോക് ഭവനിൽ വെച്ച് ചേർന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ എന്തിനാണ് ഒരു ക്യാബിനറ്റ്? പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഭരണം നടത്താൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തെക്ക് വടക്ക് ഓടി നടക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് ഉത്തരം പറയണം. ആർട്ടിക്കിൾ 167 പ്രകാരം ഗവർണറുമായി വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടത്, ആശയവിനിമയം നടത്താനുള്ള അധികാരം ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഇത്തരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ലോക് ഭവനിൽ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ RSS അവരുടെ അജണ്ട നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. UDF അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പറയുന്ന ആളുകളെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയായി B. അശോകിൻ്റെ നിയമനം സംബന്ധിച്ചായിരുന്നു. അതേ B. അശോക് തന്നെയാണ് ഇന്നലെ ഗവർണർ വിളിച്ച യോഗത്തിൽ ലോക് ഭവനിൽ പങ്കെടുത്തത്. അപ്പോൾ ഗവൺമെൻറ് അറിയാതെയാണ് പങ്കെടുത്തതെങ്കിൽ B. അശോക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോടുള്ള നേരിട്ടുള്ള ചോദ്യം. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി, മന്ത്രിമാരുടെ അറിവോടുകൂടിയാണെങ്കിൽ അത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവുമോ? നേരത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഗവർണർ ഇതുപോലെയൊരു ഇടപെടൽ നടത്തി. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നട്ടലോടുകൂടി അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർക്ക് അയച്ച കത്ത് ഇപ്പോഴും അവിടെ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കത്ത് തപ്പിയെടുത്ത് VD സതീശന് വായിക്കാൻ കൊടുക്കേണ്ടതുണ്ട്. VD സതീശൻ അത് വായിക്കേണ്ടതുണ്ട്. അപ്പം ഗവർണർ നേരിട്ട് കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന അപമാനകരമായ, ഭരണഘടനാ വിരുദ്ധമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് കേരളത്തിന് അങ്ങേയറ്റം അപമാനമുണ്ടാക്കുന്ന ഒന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കാർഷിക സർവകലാശാലയുടെ VC ആയി ഒരു BJPയുടെ നേതാവിനെ തന്നെ വെക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. MG സർവകലാശാലയുടെ VC ആയി RSSൻ്റെ നോമിനിയെ വെച്ച് കഴിഞ്ഞു. MG സർവകലാശാലയിൽ സെനറ്റ് മെമ്പർമാരായി 19 പേരെ ഗവർണർ ശുപാർശ പ്രകാരം 19 RSSകാരെ നിയമിച്ചിരിക്കുന്നു. ഫലത്തിൽ കേരളത്തിലെ സർവകലാശാലകളെല്ലാം RSSൻ്റെ ശാഖകളായി മാറുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, സംസ്ഥാന ഭരണം തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് RSS വരുന്നു. അതിന് ഗവർണർ അതിനെല്ലാ വിധത്തിലുള്ള ഒത്താശയും ചെയ്യുന്നു, ഗവർണർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ലോക് ഭവനിൽ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുത്ത, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെൻറ്റും ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്.